ഏതായാലും നമ്മളെ മന്ത്രിയപ്പൂപ്പൻ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മന്ത്രിയപ്പൂപ്പനായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ കുട്ടികളുടെ ഒരു അപ്പൂപ്പനായിരുന്ന ഒരാളാണ്. അതെ. കുട്ടികളുടെ അവകാശമൊക്കെ കണ്ട് അത് ഇനിയും പോരാ. ഈ അപ്പൂപ്പൻ ഈ കുട്ടികളെ ആരെയും വിട്ടുകൊടുക്കാൻ പുള്ളി തയ്യാറല്ല. തയ്യാറല്ല. പക്ഷേ അതിന് ഈ നാറിയ കളികൾ എന്ന് തന്നെ വേണേൽ പറയണം, അല്ലേ? അതാ CPM-ന്റെ അടിസ്ഥാനപരമായ കളികളെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഇന്നലത്തെ പ്രവേശനോത്സവത്തിൽ തിരുവനന്തപുരം കട്ടേല ട്രൈബൽ സ്കൂളിൽ അതെ അതെ നമ്മുടെ കഴക്കൂട്ട MLA വി മുരളീധരൻ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തു. ഈ മിഠായി വിതരണം ചെയ്തതിനെ വളരെയധികം എന്താ പറയുക, നെഗറ്റീവായി ജാതീയതയും വംശീയതയും കുത്തി നിറച്ച് അതിനെതിരെ ഒരു പ്രസ്താവന അഴിച്ചുവിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ വലിയ വിവരം ഉണ്ടെന്ന് പറയുന്ന, എന്നാൽ ഏറ്റവും വലിയ വിവരക്കേട് പറയുന്ന മന്ത്രിയപ്പൂപ്പൻ വി ശിവൻകുട്ടി. മന്ത്രിയപ്പം പറയുന്നത് ഇവർ എന്താണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് കയ്യിൽ കൊടുക്കാതെ അല്ലെങ്കിൽ അത് കെട്ടിപ്പിടിച്ച് ചേർത്ത് വെക്കാതെ അതെല്ലാം മേശപ്പുറത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അതായത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ കുഴി കുത്തി ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന അതേ അവസ്ഥ. ആ സവർണ മേധാവിത്വത്തിൻ്റെ പ്രതീകമാണ് വി മുരളീധരൻ എന്ന് പറയുന്നത്. ശരി, വി മുരളീധരൻ ഒരു സവർണനായിരുന്നെങ്കിൽ അതൊരു സവർണ മേധാവിത്വം എന്ന് പറയും. അദ്ദേഹം ജാതിയിൽ സവർണനല്ല. നമ്മളിപ്പോൾ ജാതി പറഞ്ഞതിന് നോക്കാം. ഇദ്ദേഹം ജാതി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ജാതി പറഞ്ഞു നോക്കാം. വി മുരളീധരൻ ഒരു പിന്നോക്ക സമുദായക്കാരൻ, തീയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതായത് ഈഴവ തീയ സമുദായത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് ഈ ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവിടെ ഏറെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരോട് വംശീയത കാണിച്ചു, ജാതീയത കാണിച്ചു എന്നൊരു ആരോപണം യാതൊരു മാന്യതയ്ക്കും നിരക്കാത്ത ഒരു എന്താ വെച്ചാൽ ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ജാതി വഴക്കാണ്. അതെ, ഈ CPM-നകത്ത് നടക്കുന്ന ജാതി വഴക്കാണ് എല്ലാത്തവണ. എല്ലാം ജാതി തമ്മിലുള്ള കൂട്ടയടിയാണ്. അതാണ് അവിടെ വർഗ്ഗ സമരം എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന വർഗീയ അടിയാണ്. പണ്ട് പോലെ ഉള്ളതാണ്. CPM-ൽ ചില ജാതിക്കാർ തമ്മിൽ ഞങ്ങളാണോ വലുത് നിങ്ങളാണോ വലുത് എന്നുള്ള അടി പണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പൂപ്പനൊക്കെ അതിൻ്റെ ചില ആനുകൂല്യങ്ങളൊക്കെ പറ്റി വന്നവരാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൂപ്പ ആയിരിക്കും എൻ്റെ അതേ അവസ്ഥയിലായിരിക്കുമല്ലോ ഇയാളൊന്ന് ചിന്തിക്കും. അപ്പോൾ ഈ അപ്പൂപ്പ ഇയാളായിട്ട് പറയുന്ന മുഴുവൻ അബദ്ധങ്ങളായതുകൊണ്ട് തന്നെ ഈ മുരളീധരൻ അത് ജാതി എന്നുള്ള കാര്യത്തെ മറന്നുപോയി. അതായിരിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. ഇപ്പം ഈ മുരളീധരൻ ഇന്നലെ വന്നിട്ട് നമ്മൾ ആ വിഷ്വലിൽ കാണുന്നു, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുകയാണ്, മറ്റേ കൈ കൊണ്ട് പുള്ളി ഇങ്ങനെ എടുത്ത് ഇടുന്നത് എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തില്ല എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കാമായിരുന്നു, അല്ലേ? അപ്പോൾ അദ്ദേഹം MLA ആളാണ്, അദ്ദേഹത്തിന് എല്ലാ കുട്ടികളെയും കൈ കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് പാക്കറ്റ് കണക്കിന് മിഠായി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ ആവോളം വാരി എടുത്തോട്ടെ എന്ന് കരുതി അത് ഇട്ട് കൊടുത്തത്. പക്ഷേ എങ്ങനെ ആയിക്കോട്ടെ, അത് പക്ഷേ ഈ ഒരു രീതിയിലേക്ക് മാറ്റി ചിന്തിക്കാൻ ഈ ഒരു അന്തം കമ്മിക്ക് അല്ലെങ്കിൽ ഒരു CPM-കാരന് മാത്രമേ കഴിയൂ. കാരണം ഈ നാട്ടിൽ ഏറ്റവും അധികം ജാതീയതയും വർഗീയതയും പറയുന്നത് ഈ പാർട്ടിയാണ്. അത് ഞങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചകൾ പറയാറുള്ളതാണ്. M. സുകുമാരൻ്റെ ശേഷക്രിയ വായിക്കുക നോവല്. അതിൽ CPM നടക്കുന്ന പ്രശ്നങ്ങളാണ്. അന്ന് 60-കളിൽ നടന്ന സംഭവങ്ങളാണ്. അതിൽ കുഞ്ഞയ്യപ്പൻ എന്ന കഥാപാത്രം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇയാളെ സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പോൾ ഇയാളെ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയം നടത്തിയോണ്ടാണ് യൂണിയൻ പ്രവർത്തനത്തിനാണ് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. അപ്പം ഇയാളെ പാർട്ടി പത്രത്തിലേക്ക് ജോലിക്കെടുക്കാം എന്ന് പാർട്ടി ഉറപ്പ് കൊടുക്കും. ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ ഇയാൾ പുറത്തു നിൽക്കുകയാണ് കുഞ്ഞയ്യപ്പൻ. അപ്പം അങ്ങോട്ട് മീറ്റിങ്ങിന് പോകുന്ന സഹാക്കളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു, നിങ്ങളെ കാര്യങ്ങൾ ഏറ്റവും തിരിച്ചിറങ്ങി വന്നിട്ട് ആദ്യം വലിയ സഹാവ് വരും. ആ സഹാവ് വിളിച്ച് മാറ്റി വന്നിട്ട് ചെവി ചോദിക്കും, നിങ്ങൾ ഈ വന്ന നേതാവിൻ്റെ ജാതിക്കാരനാണോ? അപ്പോൾ അയാൾ അല്ല എന്ന് പറയുമ്പോൾ അയാൾ മറ്റൊരു ജാതി ചീത്ത വിളിച്ചിട്ട് പോകുന്നു. അത് ഇയാൾ നടന്നു പോകുമ്പോൾ അടുത്ത നേതാവ് വരുന്നു. അത് ഇയാൾ നേരത്തെ മറ്റേ നേതാവ് ചീത്ത വിളിച്ച അതേ ജാതിപ്പെട്ട ആളാണ്. അയാൾ ഈ നേതാവിൻ്റെ ആദ്യം വന്ന നേതാവിൻ്റെ ജാതിക്കാരെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞയ്യപ്പൻ ചിന്തിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് വർഗ്ഗ സമരം എന്നുള്ളത്. ഞാൻ പറഞ്ഞ കോൺഗ്രസ്സിലൊക്കെ തന്നെ അവിടെ ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വർഗീയമായ രീതിയിൽ ചേരിതിരും ജാതിയുടെ പേര് അടി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷം CPM ആണ്. അപ്പം ഈ മേനി നടിക്കാൻ ഇവരെ കഴിഞ്ഞു. അവർ അതേ രീതി ചിന്തിക്കും. മേനി നടിക്കാൻ അവരെ കഴിഞ്ഞുള്ളൂ. അത് ഇങ്ങനൊരു രീതിയിലേക്ക് ഇപ്പം വി മുരളീധരൻ്റെ നടപടിയെ ഇങ്ങനൊരു രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ, കാരണം അതിനൊരു മൃഗീയ വാസനയുള്ളവർക്കേ അത് പറ്റൂ. അല്ല, അതൊരു മാത്രം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ പിണറായിയുടെ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഈ വർഗീയ സംഘർഷത്തിന് പ്രേരണ കുറ്റത്തിന് കേസെടുക്കുന്ന കാലമാണ്. കാരണം അന്ന് പിണറായി ഭരിക്കുമ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അയാളെ വലിയ കേസെടുക്കുമായിരുന്നു. അതെ, ഇയാൾക്കെതിരെ സത്യം പറഞ്ഞാൽ പിന്നെ വി മുരളീധരൻ MLA അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതാണ്, അല്ലേ? അതിനുള്ള പ്രൊവിഷനുണ്ട് അദ്ദേഹം MLA എന്നുള്ള പ്രൊട്ടക്ഷനുണ്ട്. അങ്ങനെയുള്ള ഒരു MLA ഒരു വംശീയവാദിയായി അല്ലെങ്കിൽ ഒരു ജാതീയവാദിയായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ്, ബോധപൂർവമായ ശ്രമമാണ്. പക്ഷേ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്താൽ ഒരു ചെറിയൊരു അപകടമുണ്ട്. ഈ അപ്പൂപ്പൻ പഴയ ഓർമ്മയില്ല, ഞാൻ ഇപ്പോഴും MLA ആണെന്നുള്ള ധാരണ അസംബ്ലി കയറുന്ന മേശപ്പുറത്ത് കൂടെ കയറി നടക്കുമെന്നുള്ള ചോദ്യം, അതൊരു അപകടകര അവസ്ഥ.
അപ്പോൾ ഈ ജാതിയും മതവും വർഗീയതയും എല്ലാം ഈ അപ്പൂപ്പൻ്റെ കാലത്ത് എന്തൊക്കെ വിഷയങ്ങളുണ്ടായി ഇതുപോലെ ബന്ധപ്പെട്ട എറണാകുളത്ത് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടല്ലോ. അപ്പൂപ്പൻ ഒരു തവണ പറഞ്ഞത് പിന്നെ മാറ്റി പറഞ്ഞു. അത് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് മാറ്റി പറയുന്നത്. അപ്പം CPM-ൻ്റെ കാപട്യം, ആ കാപട്യം ഇത്രയൊക്കെ ജനം തെരുവിലെടുത്ത് ദൂരെ കളഞ്ഞിട്ടും ഇവരെ ഈ കേരള സമൂഹത്തിൽ തന്നെ ഇവരെ അപകടകാരികളായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഇവരെ മൊത്തം ഒഴിവാക്കി വിട്ടിട്ടും പിന്നെയും ഇവർ ഈ ഒരു തരത്തിലേക്ക്. മാത്രമല്ല ഈ കുട്ടികളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ അപ്പൂപ്പൻ. അതെ, കുട്ടികളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുന്നത് ഇവരെന്താ വളരെ താണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന രീതിയിൽ കുട്ടികളെ അപഹസിക്കുന്ന രീതിയിലാണ് കാര്യം പറയുന്നത്. സത്യത്തിൽ ഇയാൾക്കെതിരെ ST നിയമപ്രകാരം കേസെടുക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. വി മുരളീധരൻ ശരിക്കും അതാണ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഒരു പൊതുസമൂഹത്തിന് മുന്നോട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇറക്കി വിടുകയാണ്. ഇദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേര് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. ഒരു ദളിതനെ CPM പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുവന്നിട്ട് അത് പേരനോട് അങ്ങനെ ഒരാളുടെ ആദ്യമായിട്ട് ഈയിടയ്ക്കാണ് വെച്ചത്. ഒരു സംസ്ഥാന സെക്രട്ടറിയോ ദേശീയ ജനറൽ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒരു ദളിതനാവാൻ ഇന്നേ വരെ ഈ പാർട്ടി തയ്യാറായിട്ടില്ല, സമ്മതിച്ചിട്ടുമില്ല. അങ്ങനെ ഭാവിയിൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യത തെളിഞ്ഞു വന്ന K. രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് കണ്ടം വഴി ഡൽഹിക്ക് ഓടിക്കുകയും ചെയ്തു. അതാണ്. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന CPM എന്ന് പറഞ്ഞാൽ അതിലും പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഉണ്ടല്ലോ. അപ്പം ഇവിടെ ഈ താരപദവിയാണ് ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിണറായി വിജയനേക്കാൾ ശ്രേഷ്ഠമായ ജാതിക്കാർ അതിനകത്തുണ്ടല്ലോ. തലസ്ഥാന നഗരി പോലും കഴിഞ്ഞതിൻ്റെ അങ്ങേത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒരു മന്ത്രിയപ്പൂപ്പൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവിൻ്റെ മകളുടെ പേര് ജാതി പേരും കൂടെ ചേർത്താണ് വെച്ചിരുന്നത്. അതെ, ആദ്യം ജാതി ഇല്ലാതെ പിന്നീട് ജാതി ചേർത്ത് തോക്കോ എന്നുള്ള അവസ്ഥ ജാതി ചേർത്തും വെച്ചു. അതിനൊക്കെ ഈ മാത്രമല്ല ഇവരിൽ പലരും കേരള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബങ്ങളിൽപ്പെട്ട പലരും ഇപ്പോഴും ജാതി പാലിച്ച് അഭിരമിക്കുന്നവരാണ്, അതിൽ അഭിമാനിക്കുന്നവരുമാണ്. ഇതേ ആള് ഇറങ്ങി ഞാൻ ദളിത് സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞാലേ ആള് ചിരിക്കുകയുള്ളൂ. ഇത് ആരോ പ്രാദേശിക നേതാക്കന്മാർ വിളിച്ചു കൊടുത്ത വാർത്തയായിരിക്കും. അല്ല, ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇത് പ്രചരിച്ചത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ ഏണി വെച്ച് കയറി പിടിച്ചിരിക്കുകയാണ് ഈ മുൻ മന്ത്രി അപ്പൂപ്പൻ. ഈ മുൻ മന്ത്രി അപ്പൂപ്പനൊക്കെ എന്ത് സന്ദേശമാണ് ഈ കുട്ടികൾക്ക് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് നമുക്കിപ്പോഴും മനസ്സിലായി. കൊടുത്ത സന്ദേശത്തിന്റെ ഫലം ജനങ്ങൾ തിരിച്ചു കൊടുത്തു. ഇത്തരം ചീപ്പ് എന്താ പറയുന്നത് ഐഡിയോളജികളല്ല ആവശ്യം. നിങ്ങൾക്ക് ഭരണത്തിൽ തിരിച്ചെത്താനും നിങ്ങളുടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ജനപിന്തുണ തിരികെ കിട്ടാനും നിങ്ങൾ ആരെയാണ് ഇതിലൂടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ പാവപ്പെട്ട ദളിത് ആദിവാസി സമൂഹത്തെ അവരൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് കപട ദളിത് സ്നേഹം. നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ എനിക്കിപ്പോഴും അറിയാം 2 or 3 കേസുകളിൽ ഈ ക്രൂരമായ പോലീസ് മർദ്ദനം ഒക്കെ ഏറ്റ് ആത്മഹത്യ ചെയ്ത ആൾക്കാർ വരെയുണ്ട്. മാത്രമല്ല ഇവരുടെ തന്നെ ഒരു പാർട്ടി SFയുടെ നേതാവല്ലേ ഒരു AISFന്റെ വനിതാ നേതാവിനെ ജാതി പറഞ്ഞ് ജാതി വിളിച്ച് സ്ത്രീയെ പെൺകുട്ടിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചിട്ടാണ് അതെ, ഈ ജാതി പറഞ്ഞുള്ള ആക്ഷേപം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ അധ്യാപകരുണ്ടല്ലോ, ഈ SFI നേതാക്കൾ കയറി നിങ്ങളെ പിന്നെ ആർട്ട് ഇൻസ്റ്റലേഷനൊക്കെ ഉണ്ടാക്കി വെച്ച അധ്യാപകർ, ദളിത് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരെ ഇവർ എന്തുവേണ്ടി തെറി വിളിച്ചു? അതെല്ലാം നടത്തുന്ന അതിന് മുൻകൈ എടുക്കുന്ന ഏറ്റവും കൂടുതൽ അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരു കൂട്ടരാണ് ഈ CPM-ൽപ്പെട്ടത്. എന്നിട്ട് അവർ തന്നെ വന്നിരുന്ന് ഇപ്പോൾ ദളിത് ആദിവാസി സ്നേഹം പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോൾ വി മുരളീധരനെ പോലെ ഒരു വ്യക്തിത്വമായിട്ടുള്ള ഒരു മനുഷ്യനെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം സവർണനാണെങ്കിൽ വേണ്ടുകയില്ല, നിങ്ങൾ സവർണനല്ലേ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തീർത്തും മ്ലേച്ഛവും നമ്മുടെ നാട്ടിലെ ജനത്തിന് വിവരം വെച്ച് പോയി എന്നുള്ള കാര്യം ഇപ്പോഴും അവർക്ക് അറിഞ്ഞുകൂടാ. അത് ഈ തോൽവിയിൽ നിന്നും പോലും അവർ പഠിക്കില്ല. നേരത്തെ ഇവർ നിങ്ങൾ ദളിത് സമൂഹത്തെ ആണല്ലോ ആദിവാസി സമൂഹത്തെ മേളിലോട്ട് ആകാശം ചൂണ്ടിക്കാട്ടിയിട്ട് അത് ഭൂമിയാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് നടക്കില്ല. അവരെല്ലാം തിരിച്ചറിവ് ആയി തുടങ്ങി, അവർക്കെല്ലാം ചിന്താശേഷി വന്നു തുടങ്ങി. നിങ്ങളുടെ ദളിത് സ്നേഹം കാപാട്യമാണ് എന്നുള്ളത് അവർ എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മന്ത്രി അപ്പൂപ്പൻ അടങ്ങി ഒതുങ്ങി വിശ്രമകാലത്ത് വീട്ടിലിരുന്ന അല്ലേ അവസാന നിമിഷം കിടന്ന് ഒരു സൈഡിൽ നിന്ന് അങ്ങേ അറ്റം വരെ ഇങ്ങേ അറ്റം വരെ എണ്ണേണ്ടി വരും, ഗോതമ്പുണ്ടേം കഴിക്കേണ്ടി വരും.